ഞാൻ മേടിച്ചാ കേട്ടോ, എനിക്ക് വെക്കാൻ വേണ്ടി മേടിച്ചതാ. ഹലോ എല്ലാവരും അടിച്ചു കയറി വാ വാ വാ. ഓക്കെ, പലർക്കും പാട്ട് ചോദിക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മലമ്പുഴയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കാല് കയറ്റി വെച്ചു. അങ്ങനെ നമ്മൾ മലമ്പുഴയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ദാ അവിടെ ഒരു മനോഹരമായൊരു ട്രെയിൻ എൻ്റെ ഉണ്ണി കണ്ടതും അതിലേക്ക് ഓടിക്കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പടവുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ബട്ടർഫ്ലൈ. അവിടെ നിന്ന് കുറേ കൂട്ടുകാർ ഫോട്ടോ എടുക്കണം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ തോന്നി. അങ്ങനെ ഞാനും ഡൂഡും ചേച്ചി കൂടെ അവിടെ പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കയറി. അങ്ങനെ അമ്മാമ്മയ്ക്കും ജീവൻചാനൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു. ഞാൻ മാത്രം വാങ്ങിയില്ല, ദയുള്ള ഞാനെന്നല്ല കേട്ടോ, ഇവർക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇവർ വന്നപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ലേ. അങ്ങനെ പിന്നെ ഇവർ വന്നപ്പോൾ അങ്ങനെ ആളുടെ മേത്ത് ഐസ്ക്രീമൊക്കെ കളഞ്ഞു. അതെങ്ങനെ ഞാൻ തുടച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, എനിക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവാണ്. പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് ദയുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും വ്യൂസും ഒക്കെ ഒന്ന് കൂട്ടിത്തരുമോ? കൂട്ടിത്തരില്ലേ? കൂട്ടിത്തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കാട്ടെ ഏത് ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പോയി വാങ്ങിച്ചു. ഞാൻ ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അമ്മയ്ക്ക് നമ്മൾ ബട്ടർ സ്കോച്ചോ വാനിലോ അങ്ങോട്ടോ കൊടുത്തേ. ഞാൻ ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. എന്നിട്ട് ചേച്ചിയുടെ ഐസ്ക്രീമിൻ്റെ കുറ്റങ്ങളും ചേച്ചി എൻ്റെ ഐസ്ക്രീമിൻ്റെ കുറ്റങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിന് പിന്നെ ഞങ്ങൾ ചെറിയൊരു പോണ്ടൊക്കെ കണ്ട്, പോണ്ടാണെന്ന് ചോദിച്ചാൽ മീനൊന്നും ഇല്ലാത്തൊരു പോണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ നൂൽപ്പാലത്തിലൂടെ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ നൂൽപ്പാലത്തിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യില്ലേ? എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിച്ച് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തണം കേട്ടോ, പ്ലീസ്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ നൂൽപ്പാലത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നൂൽപ്പാലം എന്നല്ല, നൂൽപ്പാലം എന്ന് പറയുമ്പോൾ കറക്റ്റ് നൂലുമുണ്ടാവണം. ഇത് നൂലുമല്ല, ഇത് നമ്മുടെ എന്താ പറയുക, അയ്യോ എനിക്ക് കിട്ടണ്ട, അതും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് നൂൽപ്പാലം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നൂൽപ്പാലമാണ്. അങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഡാമിലത്തെ വെള്ളാട്ടോ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മൾ പെഡൽ ബോട്ടിന് പോകാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചേച്ചിയും അമ്മയും അപ്പനായിരുന്നു. 4 പേർക്കാണ് ഒരു പെഡൽ ബോട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പെഡൽ ബോട്ടാണ് പറഞ്ഞത്. ആൻറ്റിയും ജീവൻ ചേട്ടനും ജിംസാർ ചേട്ടനും പിന്നെ അപ്പാപ്പനും പെഡൽ ബോട്ടായിരുന്നു. അതിൽ റോണിയായും ജീവൻ ചേട്ടനായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാനും ചേച്ചിയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും സാധാ ബോട്ടിലാണ് പോയത്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കൊണ്ടുപോയി തന്നു. അപ്പോൾ ഡുഡുവിനെ ആൻറ്റിയുടെ കൂടെ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവളെ നമ്മൾ അവിടെ നിൻ്റെ അപ്പനില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോട്ടിൽ വിടാണ്. കാരണം പെഡൽ ബോട്ടിൽ വിട്ടെങ്കിൽ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാട്ടോ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറ്റാണ്ട് അവരുടെ കൂടെ വിട്ടത്. അങ്ങനെ നമ്മൾ ഓടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ആദ്യം ആൻറ്റിയുടെ എന്നും ബോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അച്ഛൻ്റെയും ഉണ്ണിയുടെ ഒക്കെ വന്നു. പിന്നെ ഏറ്റവും അവസാനമായിരുന്നു ഞങ്ങളുടെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ അപ്പനോട് ഓരോന്ന് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ നമ്മൾ വീണ് കഴിഞ്ഞ് പൊങ്ങി കിടക്കാൻ സാധനം കിട്ടും.
കാണുന്നത് എൻ്റെ സ്വന്തം അച്ഛനാണ്. ആ ബ്ലാക്കും വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ട് അച്ഛനിട്ട ഷർട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടാ. പാരഡൈസ് എന്ന് വാങ്ങിയതാണ് അച്ഛൻ. അതെൻ്റെ അച്ഛനാട്ടോ. എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേട്ടൻ, സ്വന്തം ചേട്ടൻ, അതാണ് അച്ഛൻ. അച്ഛൻ്റെ ഭാര്യയാണ് എൻ്റെ ആൻറ്റി. എൻ്റെ ആൻറ്റിയുടെ മോളാണ് ഡൂട്ടു. അതിനാണ് ഞാൻ. അതൊരു നക്കലപ്പാണ്ടി കേട്ടോ. നക്കലപ്പാണ്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നക്കൽപ്പാണ്ടി ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞങ്ങൾ ആൻറ്റീനെ കളിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാക്കിലപ്പാണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, LKG-ലായിട്ടുള്ളൂ ഈ വീഡിയോ സമയത്ത് അവൾ വെറും നഴ്സ് അല്ല, അവൾ വെറും അംഗനവാടി പോണ പ്രായമായിട്ടുള്ളൂ. ഇപ്പോൾ LKG-ലാണ് പോകുന്നത്. അവളുടെ നാക്കലപ്പാണ്ടി കേട്ടോണ്ടല്ലോ കർത്താവേ. അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ചിരിച്ച് ചാവെന്ന് പറഞ്ഞിട്ട് പൊന്നോ. ഞങ്ങൾക്ക് അവളുടെ സംസാരമൊക്കെ കേൾപ്പിച്ചാലാട്ടോ. അങ്ങനെ അവരെ പറഞ്ഞു വിടാനായിട്ട് അവരുടെ ബോട്ടിന് വേണ്ടി കാത്തിക്കാണ്. അങ്ങനെ നമ്മുടെ അവരുടെ ബോട്ട് നമ്മൾ വന്നു. ഞങ്ങളുടെ ബോട്ട് വന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ വേണ്ട ഇവർ പോയി കണ്ടു മതി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഡൂട്ട് ഞങ്ങളിൽ കയറണം എന്ന് പറയേ. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു 2 ചേട്ടന്മാർ, 2 അല്ല 4 ചേട്ടന്മാർ എൻ്റെ വണ്ടിയിലും കൊണ്ട് പോയി ഗൈസ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞാണ് അവർ വന്നത്. അങ്ങനെ എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ അപ്പം തലയിൽ ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ പൊങ്ങിയെടുക്കാൻ സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം എൻ്റെ മുടി മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യേ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ചേച്ചിയെന്ന് ഓടിക്കുക. ആ ചേട്ടൻ ചോദിച്ചു മോൾ ഓടിക്കുമെന്ന്. ഞാൻ പിന്നെ ഓടിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓടിക്കണ്ട കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ നിന്നിട്ടായിരുന്നു ഓടിക്കുന്നത്. പിന്നെ ഞാൻ സ്പോട്ടായിട്ട് ഇരുന്നിട്ട് ഓടിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ എണ്ണിപ്പറക്കലൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മേലെക്കൂടെ പോണ സ്ഥലം കണ്ടോ, അതിലാണ് ഞങ്ങൾ കയറാൻ പോയിട്ടുണ്ടായിരുന്ന. ആ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ആ വീഡിയോ വരുന്നതായിരിക്കും. എന്നല്ലേ നിങ്ങൾക്കൊരു ആ വീഡിയോ കാണാനുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് തോന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കണ്ട ആ നൂലുപാലം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നൂൽപ്പാലം. ആ നൂൽപ്പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഓടിക്കണവരാണല്ലോ, അതൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. മറ്റവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ആ മെലസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതന്നെ ഞങ്ങൾ ഓടിക്കാൻ പഠിക്കണവരെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, ഷെയറും ചെയ്യണം പ്ലീസ്. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളെ ഗൈസ് എന്ന് വിളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, കൂട്ടുകാരെ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, കമൻറ്റ് ബോക്സ് ബിലോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ. ഞാൻ ആ പലാസും ക്രോപ്പ് ടോപ്പും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ. കുറേ ചളികളുമായിട്ട് ഞങ്ങളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനാട്ടോ ഞങ്ങളുടെ മെയിൻ എന്നിട്ട് അതിനെന്ത് പറയുമല്ലോ, ലീഡർ. അപ്പനാണ് ലീഡർ. കാരണം അപ്പൻ നന്നായിട്ട് ഓടിച്ച് പരിചയമുണ്ട്. ഞാനും അപ്പന് മുമ്പ് ഓടിച്ചിട്ടുള്ളതാണ്, ചേച്ചി മുമ്പ് ഓടിച്ചിട്ടില്ല. അതാണ് കുറച്ച് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എത്താറായി. അപ്പോഴേക്കും ഞാനത് പിടിച്ച് വളച്ചു കേട്ടോ. കാരണം എനിക്ക് ഇത്ര പെട്ടെന്ന് എത്തുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ നേരം ഓടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതേ തിരിച്ച് ഇവിടേക്ക് കയറി. ഇനി നമുക്ക് പാർട്ട് 3 കാണാം. ഓക്കെ ഗായ്സ്, ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യില്ലേ? ബൈ.